സർവീസ് തുടങ്ങിയ ആദ്യ വർഷത്തിൽ തന്നെ 20 ലക്ഷം യാത്രക്കാരെന്ന നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചി വാട്ടർ മെട്രോ. വിനോദസഞ്ചാരികളെ കൂടി ലക്ഷ്യമിട്ട് കൂടുതൽ റൂട്ടുകളിലേക്ക് സർവീസ് തുടങ്ങുന്നതിനുള്ള നീക്കവും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആരംഭിച്ചു. പുതിയ റൂട്ടുകളിൽ കൂടി സർവീസ് ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്തെ ജലഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാകും ഉണ്ടാവുക. 2023 ഏപ്രിൽ 5-നാണ് കൊച്ചി വാട്ടർ മെട്രോ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത്. 9 ബോട്ടുകളും 2 റൂട്ടുകളുമായാണ് സർവീസ് ആരംഭിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 19,72,247 പേർ കൊച്ചി വാട്ടർ മെട്രോയുടെ സേവനം ഉപയോഗപ്പെടുത്തി. വിനോദസഞ്ചാരികളുടെ പറുദീസയായ ഫോർട്ട് കൊച്ചിയിലേക്കും കൊച്ചി വാട്ടർ മെട്രോ എത്തിക്കഴിഞ്ഞു. ടൂർ പാക്കേജുകളിലെല്ലാം വാട്ടർ മെട്രോ യാത്രയും ഉൾപ്പെടുന്നുണ്ട്. രാജ്യത്തെ ഏക വാട്ടർ മെട്രോ എന്നതാണ് ആകർഷണം. കൊച്ചിയുടെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തി കൂടുതൽ റൂട്ടുകളിലേക്ക് സർവീസ് തുടങ്ങുന്നതിനുള്ള ഒരുക്കത്തിലാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞങ്ങൾ കുറേ അധിക ബോട്ടുകൾ ഉപയോഗിക്കും. പിന്നെ കുറച്ച് കൂടുതൽ റൂട്ടിൽ നമുക്ക് പ്രവർത്തിക്കാം. കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് കൊണ്ടുപോകാം. ഒരുപാട് റിമോട്ട് ഐലൻഡിലേക്ക് ഞങ്ങൾക്കൊക്കെ പോകാം. ടൂറിസ്റ്റ്മാർക്ക് ഒരു പ്രത്യേക സംവിധാനം ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളും വാട്ടർ മെട്രോയിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. രാജ്യത്തെ 40 നഗരങ്ങളിൽ വാട്ടർ മെട്രോ നടപ്പാക്കാനാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കേരളത്തിൽ കൊല്ലവും വാട്ടർ മെട്രോയ്ക്കായി പരിഗണിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. വൈറ്റില, കാക്കനാട്, ഹൈക്കോടതി, വൈപ്പിൻ എന്നീ റൂട്ടുകളിലായി തുടങ്ങിയ പദ്ധതി പിന്നീട് ബോൾഗാട്ടിയിലേക്കും സർവീസ് തുടങ്ങി. നിലവിൽ 9 ടെർമിനലുകളുണ്ട്. മുളവുകാട് നോർത്ത്, സൗത്ത് ചിറ്റൂർ, ഏലൂർ, ചേരാനെല്ലൂർ എന്നീ 4 ടെർമിനലുകൾ കഴിഞ്ഞ മാർച്ചിലാണ് ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയിലേക്കും സർവീസ് ആരംഭിച്ചു. ഈ കാഴ്ചകൾ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നമ്മുടെ ഈ കാഴ്ചകളൊക്കെ ശരിക്കും കണ്ട്, പ്രത്യേകിച്ച് പുറത്തോട്ടൊക്കെ നോക്കിയാൽ നമുക്കറിയാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത് കാണുമ്പോൾ തന്നെ. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഇതെല്ലാം കണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ യാത്ര ആസ്വദിക്കാനായിട്ട് സാധിക്കും. പുതിയ റൂട്ടുകൾ ആരംഭിച്ചപ്പോഴും ബോട്ടുകളുടെ എണ്ണത്തിലെ പരിമിതികൾ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന വെല്ലുവിളിയാണ്. കുമ്പളം, പാലിയംതുരുത്ത്, വില്ലിംഗ്ടൺ ഐലൻഡ്, കടമക്കുടി, മട്ടാഞ്ചേരി ടെർമിനലുകളുടെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ ഈ റൂട്ടുകളിൽ സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇതിന് മുന്നോടിയായി സെപ്റ്റംബറോടെ 5 ബോട്ടുകൾ കൂടി നൽകാമെന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡും അറിയിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.